Mariyans kitchenilekku ellarkku swagatham. Idimutta ennulla oru vibhavamanu nammal innu cheyan poguna valare tasty aayittulla oru iftar vibhavamanu. അപ്പോൾ ആദ്യം തന്നെ ഇഡ്ഡലീൻ്റെ തട്ടുണ്ടല്ലോ അതിനകത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട വേവിച്ചെടുക്കുന്ന സമയത്ത് അത് അതിനകത്തുനിന്ന് വിട്ടുപോരില്ല കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്ന മുട്ട കുറച്ച് വലുപ്പം കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഈ കുഴിയെന്നുണ്ടെങ്കിൽ ഈ അലുമിനിയം പാത്രത്തിൻ്റെ ഇഡ്ഡലി തട്ടിൻ്റെ കുഴിക്ക് നല്ല വലിപ്പം ഉണ്ടായിരിക്കും. സ്റ്റീലിൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്ന മുട്ട കുറച്ച് വലുപ്പമുള്ള മുട്ടയാണ്. ഞാനിവിടെ 5 എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ടാണ് ഞാൻ മുട്ട എടുക്കുന്നത്. പിന്നെ ഒരു മുട്ട കൊണ്ട് 2 കുഴി നിറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വലുപ്പമുള്ള മുട്ടയായ കാരണം ഒരു കുഴിയിൽ ഒഴിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് നിറഞ്ഞു വരും. അപ്പോൾ ഒരു കുഴിയിൽ നിന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് ഭാഗം മറ്റൊരു കുഴിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട കൊണ്ട് 2 കുഴി നമുക്ക് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ മുട്ടയുടെ കാര്യത്തിലും ഒരു തീരുമാനമാവും, എളുപ്പമായിരിക്കും നമുക്കത് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഓരോ കുഴിയിലേക്ക് ഓരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വേണ്ടി വരും. പിന്നെ ചെറിയ മുട്ട വാങ്ങിക്കാൻ കിട്ടും. ആ മുട്ടയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഒരു കുഴിയിൽ ഒരു 3/4 ഭാഗത്തോളം നിറച്ചാൽ മതി ഒരു കുഴിയിൽ. ഇതാകുമ്പോൾ നോക്കിയാൽ കറക്റ്റ് ലെവൽ അനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് വെന്ത് വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് പകുതി മറ്റൊരു കുഴിയിലേക്ക് നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഒരു കുഴി നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെന്ത് വരുന്ന സമയത്തായാലും നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് സ്റ്റീം ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് പകുതി മറ്റൊരു കുഴിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയാണെങ്കിലും അധികം വേണ്ടി വരില്ല കേട്ടോ. നമുക്ക് ഒരു കുഴിക്ക് ഒരു മുട്ട ഒഴിക്കുകയാണെങ്കിൽ ഓരോ കുഴിക്ക് ഓരോ മുട്ടയാണെങ്കിൽ കുറേ മുട്ട വേണ്ടി വരും. ഇപ്പോൾ മുസ്ലിംസൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ 1 2 അല്ലല്ലോ, ഒരുപാട് ഉണ്ടാക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് മുട്ട ഒരുപാട് വേണ്ടി വരും. ഇപ്പോൾ വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ട കൊണ്ട് നമുക്ക് 2 കുഴി നിറച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മുട്ടയും അധികം വേണ്ടി വരില്ല. അതേപോലെ ഇടിമുട്ട ഒരുപാട് ഉണ്ടാവും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പകുതി അങ്ങോട്ട് നിറച്ച് കൊടുക്കാം. ആദ്യം യോക്ക് നിറയ്ക്കുക, ആദ്യം വൈറ്റ് നിറയ്ക്കുക, ഒരു 3/4 ഭാഗത്തോളം നിറയ്ക്കുക. അതിനുശേഷം യോക്കിൻ്റെ പകുതി ഒരു സ്പൂൺ വെച്ച് പൊട്ടിച്ചിട്ട് ഒഴിച്ചാൽ മതി. അത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് അങ്ങ് നമ്മളിപ്പോൾ മിക്സ് ചെയ്യലല്ലോ, അങ്ങനെ കലരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെന്ത് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ മഞ്ഞ അതിൻ്റെ സെൻറ്ററിൽ കാണാനും പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാതും നിറയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഒരു മുട്ട കൊണ്ട് 2 നിറച്ച പോലെ തന്നെയാണ് ബാക്കിയുള്ളത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിലെല്ലാം മുട്ട ഒഴിച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 തട്ടിൽ മുട്ട ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൂടി 4 മുട്ട എനിക്ക് വേണ്ടി വന്നുള്ളൂ കേട്ടോ. പിന്നെ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അവിടെ നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കിത് ഇറക്കി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. മുട്ട വെന്ത് വരുന്ന സമയം കൂടെ നമുക്ക് ഇതിനകത്തോട്ടുള്ള മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മസാലപ്പൊടിയാണ് കേട്ടോ, ഗരം മസാലപ്പൊടിയാണ്. പിന്നെ ഇതിനകത്തോട്ട് ഒരു പിഞ്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അത് പെരിഞ്ജീരകമല്ല, നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ ഇറച്ചി മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബീഫ് മസാലയാണ്, ചിക്കൻ മസാല അല്ല ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. മീറ്റ് മസാല ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ചേർക്കുന്നുണ്ട്. ഇത് മേത്തി ലീവ്സ് ആണ് കേട്ടോ, ഉലുവ ലീവ്സ്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്ത്, ഒരു പിഞ്ചാണ് ഞാൻ ഇത്രയും പോകുന്നതാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് അല്പം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യാം, അല്ല സ്പൂൺ വെച്ചിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും പൊടികളെല്ലാം നന്നായിട്ട് മിക്സായി വരണം. അതേപോലെ തന്നെ വെള്ളം കൂടാനും പാടില്ല. നമ്മൾ മീനൊക്കെ വറുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടയ്ക്കകത്ത് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലത് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും എത്രത്തോളം വെള്ളം ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല. അതേപോലെ തന്നെ മസാലകളെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മുട്ട, പിന്നെ മുട്ട ഈ ഒരു മസാല റെഡിയാക്കുമ്പോഴേക്കും വെന്ത് കാണും. അപ്പോൾ അത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തണുത്തതിന് ശേഷം അതിൻ്റെ ട്രേക്കകത്തുനിന്ന് മുട്ട മാറ്റി ഒരു പ്ലേറ്റിനകത്തോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് വേണം ഈ മസാലയ്ക്കകത്ത് അത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ മുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇഡ്ഡലിത്തട്ടിൽ ചെയ്ത കാരണം അതിൻ്റെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മസാലയ്ക്കകത്തോട്ട് മുക്കിയെടുക്കാം. ഓരോ മുട്ടയായിട്ട് നന്നായിട്ട് മുക്കിയെടുക്കാം കേട്ടോ. ഈ മസാലയ്ക്ക് കുറച്ച് എരിവ് കൂടുതലാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് ചെയ്താൽ മതി. അതായത് കുരുമുളക് പൊടി, ഇറച്ചി മസാല, അതേപോലെ ഗരം മസാല, മുളക് പൊടി എല്ലാത്തിനും എരിവാണ്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ചെയ്തെടുക്കുക. മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മസാല വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള മുട്ടയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ മുട്ടയെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്രിഡ്ജിനകത്ത് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്, ഡീപ് ഫ്രൈ അല്ല. അപ്പോൾ അതുകൊണ്ട് അധികം ഓയിൽ ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു കേട്ടോ, ഒരു 10 മിനിറ്റ് വെച്ചായിരുന്നു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ വറുക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഓരോന്ന് ചേർത്ത് കൊടുക്കുക. തീ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഓരോ ഇടിമുട്ടയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മസാലകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലോ അല്ലെന്നുണ്ടെങ്കിൽ അല്പം മീഡിയത്തിൽ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് അധികം സമയമൊന്നും വേണ്ട കേട്ടോ വെന്ത് വരാനായിട്ട്. ഓൾറെഡി മുട്ട വെന്തതാണ്. അപ്പോൾ മസാലയിൽ ഒന്ന് ഫ്രൈ ആയി വരെ വേണ്ടു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ആയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഇഫ്താറിന് മാത്രമല്ല, സാധാരണ നോർമൽ ഡേയ്സിലെല്ലാം നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇച്ചിരി സ്പൈസി ആണെന്നുള്ളൂ. സ്പൈസി കുറച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അതേപോലെ സ്നാക്ക് ഐറ്റംസ് ആയിട്ട് സ്കൂളിലൊക്കെ ആയാലും കൊടുത്തയക്കാം. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് 2 ഭാഗം വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഈ ഇഫ്താറിന് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത്